നമസ്കാരം. സ്വന്തം ആരോഗ്യസ്ഥിതിയെ വിലയിരുത്താൻ ഒതുങ്ങുന്ന 4 ഘടകങ്ങളിലെ നാലാമത്തേതും അവസാനത്തേതുമായ ആർത്തവത്തെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സ്ത്രീകളുടെ ശാരീരികമായിട്ടുള്ള പ്രക്രിയയിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ് ആർത്തവം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രത്യുൽപാദനത്തിലെ വളരെയധികം സഹായിക്കുന്ന ഹോർമോണലായിട്ടുള്ള ഒരു പ്രക്രിയ കൂടിയാണ് ആർത്തവ ചക്രം അഥവാ മെൻസ്ട്രുവൽ സൈക്കിൾ എന്ന് പറയുന്നത്. 10 തൊട്ട് 12 വയസ്സിൽ രജസ്വലയായത് മുതൽ 50 മുതൽ 55 വയസ്സിനുള്ളിലാണ് ആർത്തവ വിരാമം സംഭവിക്കുന്നത്. മാസത്തിൽ 3 മുതൽ 7 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ഒരു ആർത്തവ ചക്രമാണ് അഥവാ മെൻസ്ട്രുവൽ സൈക്കിളാണ് പൊതുവെ കണ്ടുവരാറുള്ളത്. അതിലുണ്ടാവുന്നത് പല വ്യത്യാസങ്ങളും പൊതുവെ ക്ലിനിക്കലി പ്രസൻറ്റഡ് ആയിട്ട് വരാറുണ്ട്. അതിൽ ചിലതാണ് ഒന്നെങ്കിൽ ആർത്തവം പൂർണ്ണമായും ഇല്ലാത്തൊരവസ്ഥ, അല്ലെങ്കിൽ വിട്ടുവിട്ടുള്ള ആർത്തവം, അതായത് എല്ലാ മാസത്തിലും ഉണ്ടാവുന്നതിന് പകരം ഒന്നരാടം മാസമോ അല്ലെങ്കിൽ 6 മാസമോ 5 മാസമോ കൂടുമ്പോഴുണ്ടാവുന്ന ആർത്തവം തുടങ്ങിയ അവസ്ഥകളും ഉണ്ടാവാറുണ്ട്. ആർത്തവം ഒട്ടുമില്ലാത്ത അവസ്ഥകളിൽ നാം ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഗർഭിണി ആയിരിക്കുന്ന അവസ്ഥകളിലും ആർത്തവം ഇല്ലാത്ത അവസ്ഥകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആർത്തവം പൂർണ്ണമായും ഇല്ലാത്ത അവസ്ഥകളുമുണ്ട്, ആർത്തവം വിട്ടുവിട്ട് വരുന്ന അവസ്ഥകളുമുണ്ട്. ആർത്തവ രക്തത്തിന് പകരം ആർത്തവ രക്തം പഴുപ്പോട് കൂടിയതോ അല്ലെങ്കിൽ ദുർഗന്ധം വമിക്കുന്നതുമായ മറ്റ് സ്രവങ്ങൾ വരികയോ ചെയ്യുന്ന അവസ്ഥകളുമുണ്ട്. ആർത്തവം സംഭവിക്കുന്നതിനോടൊപ്പം തന്നെ പേശി വലിവ്, സന്ധിവേദന, മൈഗ്രെയിൻ പോലുള്ള മറ്റ് സിംറ്റംസും കാണപ്പെടാൻ സാധ്യതയുണ്ട്. PCOD, PMOS, അതുപോലെ തന്നെ സ്ട്രക്ചറൽ ആയിട്ടുള്ള ഡിഫോമിറ്റീസ് ഉള്ളവരിലും ആർത്തവം വരാനുള്ള ബുദ്ധിമുട്ടുകൾ പലപ്പോഴും കണ്ടുവരാറുണ്ട്. ആർത്തവ വിരാമത്തോടടുക്കുമ്പോൾ, അതായത് 50 വയസ്സിന് ശേഷം സ്ത്രീകളിൽ എപ്പോൾ വേണമെങ്കിലും ആർത്തവ വിരാമം സംഭവിക്കാം. അത്തരം സാഹചര്യങ്ങളിൽ സന്ധിവേദന, പേശി വലിവ്, അതുപോലെ തന്നെ സ്ട്രെസ്, ആങ്സൈറ്റി, ഇമോഷണൽ ഡിസ്റ്റർബൻസ് തുടങ്ങിയ അവസ്ഥകൾ സ്ത്രീകളിൽ കൂടുതലായി കണ്ടുവരാറുണ്ട്. അത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന സ്ത്രീകളിൽ അവരോടൊപ്പം നിൽക്കുന്നവരാണ് അവർക്ക് കൂടുതലും പിന്തുണയേകേണ്ടത്. അവരുടെ ശാരീരികമായ ഈ അവസ്ഥയെ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ടുന്നതായ ഉതകുന്ന തരത്തിലുള്ള എല്ലാ സപ്പോർട്ടും അവർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ആർത്തവം വിരാമം അല്ലെങ്കിൽ ആർത്തവ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള വേറൊരു ഘടകം എന്ന് പറയുന്നത് നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള ശോധനങ്ങൾ, മലശോധനമായാലും മൂത്രശോധനമായാലും അതുപോലെ തന്നെ കീഴ്ശ്വാസവും പിടിച്ചു നിർത്തുന്ന സ്ത്രീകളിൽ, അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള പുറന്തള്ളലുകളെ പിടിച്ചു നിർത്തുന്ന സ്ത്രീകളിൽ ആർത്തവ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാഹചര്യങ്ങൾ കൂടുതലാണ്. നിത്യേനയുള്ള കൃത്യമായ ആഹാര രീതികളും അതുപോലെ തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് നടക്കുന്ന സ്ത്രീകളിലും ആർത്തവ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ കുറഞ്ഞു വരുന്നതായിട്ട് കാണാറുണ്ട്. രാവിലെ സൂര്യ നമസ്കാരം മുതൽ ഭുജംഗാസനം, പവനമുക്താസനം, ഭദ്രാസനം തുടങ്ങിയ ആസനങ്ങൾ ചെയ്യുന്ന സ്ത്രീകളിൽ ആർത്തവ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ വളരെ നന്നായി കുറഞ്ഞു വരുന്നതും ഇല്ലാതിരിക്കുന്നതും കണ്ടുവരുന്നു.